الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നാം. സർവശക്തനായ നാഥൻ നമ്മെ ഏവരെയും ആ റമളാനിൽ എത്തിക്കുകയും ആ റമളാനിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. റമളാനിന്റെ മുന്നോടിയായി വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഇഹപര വിജയം നേടുന്നത് ഇഖ്ലാസിലൂടെയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരുന്നതും ഇഖ്ലാസോടുകൂടി മാത്രമാണ്. ഭൗതിക ജീവിതത്തിലെ എല്ലാ രംഗത്തും ഇഖ്ലാസ് വെച്ച് പുലർത്തുമ്പോൾ മാത്രമാണ് മനുഷ്യന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത്. അതിലുപരി പരലോകത്ത് അത്യുന്നതമായ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ ഇഖ്ലാസ് ഉള്ളവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാത്രമേ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇഹലോകത്തും പരലോകത്തും എന്ന് ഖുർആൻ പ്രത്യേകമായി നമ്മെ അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ വനഹ്നു ലഹു മുഖ്ലിസൂൻ, അത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഞങ്ങൾ അവനോട് ഇഖ്ലാസ് ഉള്ളവരാണ്, അള്ളാഹുവിനോട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ, അദ്ദേഹം ഇഖ്ലാസ് ഉള്ളവനായ ആളായിരുന്നു, അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകനുമായിരുന്നു. അതുപോലെ മറ്റൊരു സ്ഥലത്ത് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കന്മാരായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു എന്ന് അള്ളാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. പ്രവാചകന്മാരുടെയൊക്കെ
ജീവിത വിജയം അവരുടെ ഇഖ്ലാസിലായിരുന്നു എന്നാണ് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാവുക. ജീവിതത്തിൽ നമുക്കും വിജയം കൈവരിക്കാൻ സാധിക്കുക, അതല്ലെങ്കിൽ മുഴുവൻ മനുഷ്യർക്കും വിജയം കൈവരിക്കാൻ സാധിക്കുക ഇഖ്ലാസിലൂടെ മാത്രമാണ്. ജീവിതത്തിലെ എല്ലാ അനക്കങ്ങളും ഒതുക്കങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാവുക എന്നതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ സാധിക്കും. അയ്യകൂന സുകൂനൽ അബ്ദി വഹറകാതുഹു ലില്ലാഹ്. ഒരടിമയുടെ അനക്കങ്ങളും ചലനങ്ങളും പ്രവർത്തനങ്ങളും അവന്റെ അടക്കവും ഒതുക്കവും എല്ലാം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായി തീരുക എന്നതാണ് ഇഖ്ലാസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം അൽ ഇഖ്ലാസു ഇസ്തിവാഉ അഅമാലിൽ അബ്ദി ഫിൽ ളാഹിരി വൽ ബാത്തിൻ. ഉള്ളും പുറവും, പുറമേക്കുള്ള പ്രവർത്തനവും മനസ്സിലുള്ള നിയ്യത്തും രണ്ടും ഒരുപോലെ ശുദ്ധമാവുക എന്നതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇഖ്ലാസു സിദ്ഖുൻ നിയ്യ മഅല്ലാഹ്. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും പറയുന്ന എല്ലാ വാക്കുകളുടെയും നിയ്യത്ത് അത് ശുദ്ധമാക്കുക, അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രം, പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാവുക എന്നതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ അങ്ങനെ അവരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ പൂർണ്ണമായ ഇഖ്ലാസ് വെച്ച് പുലർത്തിയവരായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പരലോകത്ത് ഭൗതിക ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരലോകത്ത് വിജയം നേടാൻ സാധിക്കുന്നതും മുഖ്ലിസീങ്ങൾക്ക് മാത്രമാണ്. അതല്ലാത്ത ആളുകളെ മുഴുവൻ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കുമെന്ന് പിശാച് അള്ളാഹുവിനോട് ശപഥം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് അഅറാഫിൽ നമുക്ക് കാണാം, പിശാചിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അവൻ അള്ളാഹുവിനോട് പറയാണ്, ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഖാല, പിശാച് പറഞ്ഞു, ഫബിഇസ്സതിക, നിന്റെ പ്രതാപവും തന്നെയാണ് സത്യം, ലഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ മനുഷ്യൻ കാരണമായിക്കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ലഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവിടെ പിശാച് ഒരു വിഭാഗത്തെ ഒഴിവാക്കി പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ നിഷ്കളങ്കന്മാരായ ദാസന്മാരെ ഒഴികെ. നിഷ്കളങ്കന്മാരായി നിന്റെ അടിമകളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദാസന്മാരെ ഒഴികെ ബാക്കി എല്ലാത്തിനെയും ഞാൻ പേടിപ്പിക്കും. അവിടെ പിശാച് പറയുന്ന വാക്ക് ഇല്ലാ ഇബാദക മിൻഹുൽ മുസല്ലീൻ എന്നല്ല, നിന്റെ നിസ്കരിക്കുന്ന അടിമകളെ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ പേടിപ്പിക്കും എന്നല്ല. അതല്ലെങ്കിൽ ഇല്ലാ ഇബാദക മിൻഹുൽ ആലിമീൻ എന്നല്ല, നിന്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ പേടിപ്പിക്കും എന്നല്ല. അതല്ലെങ്കിൽ നോമ്പുകാരായ ആളുകളെ അല്ലാത്തവരൊക്കെ ഞാൻ പേടിപ്പിക്കുമെന്നോ ധർമ്മം ചെയ്യുന്നവരായ ആളുകളല്ലാത്തവരെ ഞാൻ പേടിപ്പിക്കുമെന്നോ ഒന്നല്ല പറയുന്നത്. പകരം പറയുന്നത് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ എനിക്ക് പിഴപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് പിശാച് പറയുന്നത്. അള്ളാഹുവിനോട് മുഴുവൻ മനുഷ്യനെയും ഞാൻ പിഴപ്പിക്കുമെന്ന് ശപഥം ചെയ്ത് പറയുമ്പോൾ ഇഖ്ലാസോടുകൂടി ജീവിക്കാൻ, അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാൻ തീരുമാനിച്ച ഒരാളെ പിഴപ്പിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പിശാച് തന്നെ അള്ളാഹുവിനോട് പറയാം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അല്ലാത്ത കാലത്തും ഒരുപാട് കഴിയുന്നത്ര നന്മകൾ ചെയ്യുന്ന ആളുകളാണ്. റമദാനിൽ പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് ധാരാളം പ്രതിഫലവും പാപമോചനവും വാഗ്ദാനം ചെയ്തത് കൊണ്ട് മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ഏത് കാലത്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ കർമ്മം ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടായി തീരുമ്പോൾ മാത്രമേ എത്ര വലിയ കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ മനസ്സിന്റെ നിയ്യത്ത് ആത്മാർത്ഥമല്ല എങ്കിൽ എത്ര വലിയ കർമ്മമാണെങ്കിൽ പോലും അതിന് യാതൊരു പരിഗണനയും അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുകയില്ല.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വിഭാഗം ആളുകൾ, വിശ്വാസികളിൽപ്പെട്ട 3 വിഭാഗം ആളുകളെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി എറിയുമെന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ഒരു ഷഹീദാണ്. ഒരു മനുഷ്യന് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തി ജീവൻ ബലിയർപ്പിക്കുക, ഷഹീദാവുക, അതിനേക്കാൾ മഹത്തരമായ ഒരു കർമ്മം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാനില്ല. പക്ഷെ നാളെ പരലോകത്ത് ഒരു ഷഹീദിനെ കൊണ്ടുവരുന്ന, എന്നിട്ട് അവനെ വിചാരണ നടത്തുമ്പോ അല്ലാഹുവേ ഖാതൽതു ഫീക ഹത്താ ഇസ്തശ്ഹദ്തു, ഞാൻ ഷഹീദാകുന്നത് വരെ നിന്റെ മാർഗത്തിൽ ഞാൻ പോരാടി. ഖാല, അല്ലാഹ് പറയാൻ കദബ്ത, കളവാണ് നീ പറഞ്ഞത്. വലാകിന്നക ഖാതൽത ലിഅൻ യുഖാല ഹുവ ജരീഉൻ, അവൻ ഭയങ്കര ധീരനാണ്, പോരാട്ടക്കാരനാണ്, കരുത്തനാണ് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയായിരുന്നു നീ ധീരധീരം പോരാടിയത്. അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മലക്കുകളോട് അവനെ പിടിച്ചു വലിച്ച് നരകത്തിലേക്ക് എറിയാൻ വേണ്ടി കൽപ്പിക്കുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ, ഞാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു, നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തു. ഖാല, അപ്പൊ അല്ലാഹ് പറയാൻ കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിമുൻ, നീ വലിയൊരു മഹാപണ്ഡിതനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ പഠിച്ചത്. വഖറഅതൽ ഖുർആന ലിയുഖാല ഹുവ ഖാരിഉൻ, നീ ആളുകൾക്ക് മുമ്പിൽ നിന്ന് ഖുർആൻ ഓതിയത് ഭയങ്കര കാര്യമാണ്, നല്ലൊരു കാര്യമാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ഖിറാഅത്ത് നടത്തിയത്. അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മലക്കുകളോട് കൽപ്പിക്കും, അവൻ ദുനിയാവിൽ ആളുകളുടെ പേരും പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ടാണ് അറിവ് നേടിയതും മുമ്പിൽ നിന്ന് ഇമാം എന്ന് ഖുർആൻ ഓതിയതൊക്കെ അവനെ നരകത്തിലേക്ക് എറിയാൻ കൽപ്പിക്കും. മലക്കുകൾ അവനെ പിടിച്ചു വലിച്ചും നരകത്തിലേക്ക് എറിയുമെന്ന് ഹദീസിൽ കാണുന്നു. അതുപോലെ തന്നെ ഒരു ധനികൻ, അയാൾ പറയും, ഞാൻ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഒരുപാട് ചെലവഴിച്ചു. അപ്പൊ അല്ലാഹ് പറയും കദബ്ത, നീ കളവാണ് പറഞ്ഞത്. വലാകിന്നക ഫഅൽത ലിയുഖാല ഹുവ ജവാദ്, അയാൾ ഒരു വലിയ ഔദാര്യവാനാണ്, ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ധർമ്മം ചെയ്തത്. ഫസുഹിബ അലാ വജ്ഹിഹി, അങ്ങനെ അവന്റെ മുഖത്തിലായിക്കൊണ്ട് പിടിച്ചു വലിക്കപ്പെടും. സുമ്മ ഉൽഖിയ ഫിന്നാർ, പിന്നീട് നരകത്തിലേക്ക് ഇടപെടും. ഇത് സഹിഹായ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മുസ്ലിം സമുദായത്തിൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് എല്ലാ നല്ല കാര്യങ്ങളും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആള് അവന്റെ മനസ്സിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാത്രം പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടി അല്ല എങ്കിൽ അത് പരലോകത്ത് കാണാനുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, പരലോകത്തൊരു പ്രതിഫലവും കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹു അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മോട് കൽപ്പിച്ചിട്ട്. അതാണ് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാനല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമായിക്കൊണ്ട് നിഷ്കളങ്കരായിക്കൊണ്ട് അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ച് അഹങ്കാരിയായി ജീവിക്കാനോ എന്റെ കഴിവും ശേഷിയും എന്ന് ചിന്തിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അവനവന്റെ കഴിവും ശേഷിയും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയോ ഒന്നും അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പകരം അവർക്ക് സൃഷ്ടിപ്പ് നൽകി, അവർക്ക് കഴിവുകൾ നൽകി, അവർക്ക് സാമ്പത്തിക ശേഷി നൽകി, ആരോഗ്യം നൽകി, സംസാരശേഷി നൽകി, എല്ലാം നൽകിയത് എന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവർ പ്രവർത്തിച്ചതാവട്ടെ സൃഷ്ടികളുടെ പ്രീതിക്ക് വേണ്ടിയാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി നാം അവരോട് കൽപ്പിച്ചിട്ടില്ല. പകരം കൽപ്പിച്ചത് അവന്റെ സൃഷ്ടാവായ എന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതാ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. ഒരു മനുഷ്യന്റെയും രൂപത്തിലേക്കോ സംസാരത്തിലേക്കോ അയാളുടെ വേഷഭൂഷാദികളിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്.
വേഷമൊക്കെ നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ സുന്നത്തായ വേഷമൊക്കെ ധരിക്കുന്നത് നല്ലത് തന്നെയാണ്, അത് പ്രതിഫലാർഹം തന്നെയാണ്. പക്ഷെ വേഷം കൊണ്ട് മാത്രം ഒരാളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനാവുകയില്ല. റസൂലുള്ളാഹി പറയും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കല്ല നോക്കുന്നത്, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കുമല്ല അള്ളാഹു നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ, മനസ്സിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ പ്രത്യേക കോലം കെട്ടിച്ച് എല്ലാ വൃത്തികേടുകൾക്കും മുന്നിൽ നിർത്തി, എന്നിട്ട് കണ്ടോ ഇതൊക്കെ മുസ്ലിമീങ്ങളാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വിരോധമില്ല, അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടുന്നവരാണ് എന്നൊരു സന്ദേശം സമൂഹത്തിന് കൊടുത്തുകൊണ്ട് സമൂഹത്തെ എല്ലാ വഴികേടിലേക്കും നയിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്ത് വൃത്തികേട് ചെയ്യാനും മഫ്തയിട്ട പെണ്ണുങ്ങളായിരിക്കും, അല്ലെങ്കിൽ താടി നീട്ടിയവരായിരിക്കും. ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വചനം നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്, പകരം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണോ, അള്ളാഹുവിന്റെ നിഷ്കളങ്കനായ ദാസനായി ജീവിക്കണമെന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ള നിയ്യത്ത്, അതിനനുസരിച്ചാണോ നിങ്ങളുടെ കർമ്മങ്ങൾ, അത് മാത്രമാണ് അള്ളാഹു നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നിയ്യത്ത് നന്നായാൽ എത്ര ചെറിയ കർമ്മമാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വലിയ മഹത്തായ പ്രതിഫലം ഉണ്ടാവും. എന്നാൽ നിയ്യത്ത് നല്ലതല്ല എങ്കിൽ എത്ര വലിയ കർമ്മമാണെങ്കിലും അതിന് യാതൊരു വിലയും അള്ളാഹിന്റെ അടുക്കലുണ്ടാവില്ല. ഞാൻ ആ ഹദീസ് ഉദ്ധരിച്ച് 3 ആളുകളുടെ സംഭവം ഉദ്ധരിച്ച് പറഞ്ഞല്ലോ. എത്ര വലിയ മഹത്വമുള്ള പ്രതിഫലമാണ് ഷഹീദാവുക, അതുപോലെ തന്നെ ഒരു ആലിമാവുക, അതല്ലെങ്കിൽ ഒരു ധനികനായിട്ട് അള്ളാഹുവിന്റെ സമ്പത്ത് ധാരാളം ചെലവഴിക്കുന്ന ഒരു ധനികനാവുക എന്നൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ നിയ്യത്ത് നല്ലതല്ലെങ്കിൽ അതിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു പരിഗണനയില്ല. എന്നാൽ നിയ്യത്ത് നന്നായിക്കൊണ്ട് ചെയ്യുന്ന ഒരു നിസ്സാരമായ ചെറിയ കർമ്മമാണെങ്കിലോ അത് ഒരു അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും മഹത്വവുമുള്ള കാര്യമായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ മനസ്സറിയുന്നവനാണ്. നമ്മുടെ മനസ്സറിയുന്ന റബ്ബ് നമുക്ക് ചെയ്യാൻ അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ള ഒരു കാര്യം അത് ചെയ്യാൻ സാധിച്ചില്ല, നമ്മുടെ ഉപേക്ഷ കൊണ്ടല്ല, നമ്മൾ ചെയ്യാൻ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. ഇപ്പൊ റമദാനൊക്കെ വരുമ്പോ റമദാനിന്റെ അവസാനത്തെ 10ലൊക്കെ അങ്ങേയറ്റത്തെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും വലിയ പ്രതിഫലം 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു ദിവസത്തെ കർമ്മത്തിന് 1000 മാസത്തേക്കാൾ ചെയ്ത കർമ്മത്തേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളിലൊക്കെ ധാരാളം കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. പുരുഷന്മാരാണെങ്കിൽ അവർ ചിലപ്പോൾ രോഗികളായി പോയിട്ടുണ്ടാവും, സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ പീരീഡ്സ് മാസമുറ ചെന്നിട്ട് പള്ളിയിലൊന്ന് പോകാനോ അല്ലെങ്കിൽ ഇബാദത്ത് എടുക്കാനോ സാധിക്കാതെ വരും. അത്തരം ആളുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് അവരുടെ മനസ്സിന്റെ നിയ്യത്തനുസരിച്ച് ചെയ്യാത്ത കർമ്മത്തിന് വലിയ മഹത്വം നൽകും അള്ളാഹു എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ പറയാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്കുള്ള യുദ്ധയാത്രയിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അഖ്വാമൻ ബിൽ മദീന ഖൽഫന, നമ്മുടെ പിന്നിൽ മദീനയിൽ ചില ആളുകളുണ്ട്, മാ സലക്നാ ശഅബൻ വലാ വാദിയ, ഒരു താഴ്വരയിലും ഒരു മലഞ്ചെരുവിലും നമ്മൾ പ്രവേശിച്ചിട്ടില്ല, ഇല്ലാ വഹും മഅന, അവർ നമ്മോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ, ഹബസഹും അൽ ഉസ്ർ, അവർക്ക് പ്രത്യേക കാരണമുള്ളത് രോഗിയാളായതുകൊണ്ടാണ് അവർ വരാതെ ആയി പോയത്. അപ്പൊ ഒരു യുദ്ധത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ രോഗിയായതുകൊണ്ട് വരാൻ പറ്റാത്ത ആളുകൾ അവര് നമ്മോടൊപ്പമുണ്ട്, നമ്മോടൊപ്പമുള്ളത് പോലെ പ്രതിഫലമുണ്ട്. എന്നിട്ട് മറ്റൊരു ഹദീസ് പറഞ്ഞു, മാസിർത്തും മസീറം വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅഹും, നിങ്ങൾ ഒരു താഴ്വരയും താണ്ടി കടന്നിട്ടില്ല, ഒരു മലഞ്ചെരുവും താണ്ടി കടന്നിട്ടില്ല, അവര് നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്, അപ്പൊ ചെയ്ത പോലെ പ്രതിഫലം എന്ന് പറയാൻ. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആളുകളിൽ തിന്മ വർദ്ധിക്കുമ്പോ ആ സമൂഹം നശിപ്പിക്കപ്പെടുക ഒന്നടങ്കമാണ്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, റസൂലെ, ഒന്നടങ്കം നശിപ്പിക്കപ്പെടുമ്പോ നല്ല മനുഷ്യന്മാര് കുറെ ഉണ്ടാവില്ലേ അതില്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മ യുബഅസൂന ബിനിയ്യാതിഹിം, ആ നല്ല മനുഷ്യന്മാരൊക്കെ നല്ല മനസ്ഥിതിയോടുകൂടി തന്നെ നിയ്യത്തോടുകൂടി തന്നെ നിയ്യത്തുള്ള ആളുകളായിരുന്നു, ഇഖ്ലാസുള്ള ആളുകളായിരുന്നു, അവർക്കൊക്കെ നല്ല പ്രതിഫലം, അവർ നല്ല ഉന്നതമായ സ്ഥാനത്തായിക്കൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന്.
അപ്പൊ മനുഷ്യൻ ചെയ്യാത്ത കർമ്മത്തിന് വരെ ആത്മാർത്ഥമായ നിയ്യത്തോടു കൂടിയാണ് മനുഷ്യൻ കർമ്മം ചെയ്യുന്നത് എങ്കിൽ, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ പോലും ചെയ്തതുപോലെയുള്ള പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും എന്ന് വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൊക്കെ രേഖപ്പെടുത്തുക. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവുക, മനസ്സിന്റെ വിശുദ്ധി ഉണ്ടാവുക, ഇത് ജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യമാണ്. അപ്പൊ ഭൗതിക ലോകത്ത് നമ്മൾ ഏതൊരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടണമെങ്കിൽ ആ ജോലിയിൽ നമ്മൾ ആത്മാർത്ഥത വെച്ച് പുലർത്തണം. നമ്മൾ ഭൗതികമായ ഏത് ജോലി ആയിക്കൊള്ളട്ടെ, ഇനി അല്ലെങ്കിൽ ദീനിന്റെ കാര്യം ആയിക്കൊള്ളട്ടെ, ഞാൻ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്നൊരു സംതൃപ്തി നമുക്ക് ഇഹലോകത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ കൊണ്ട് കൈവലിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ആളുകൾക്ക് ആ സംതൃപ്തി കിട്ടൂല. അത് ദുനിയാവിൽ തന്നെ. ഇനി ആഖിറത്തിലും അങ്ങനെ തന്നെ അള്ളാഹു പ്രതിഫലം നൽകുന്നത് ആത്മാർത്ഥമായി അവനവൻ ഏൽപ്പിക്കപ്പെട്ട കർമ്മം ആത്മാർത്ഥമായ നിയ്യത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു പരലോകത്തും പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നമുക്ക് രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റുബ്ബ അമലിൻ സഗീരിൻ, എത്ര ചെറിയ കർമ്മങ്ങളാണ് യുകബ്ബിറുഹു അന്നിയ്യത്തു, നിയ്യത്ത് അത് വലുതാക്കി തീർക്കുന്നു. വറുബ്ബ അമലിൻ കബീരിൻ, എത്ര വലിയ കർമ്മങ്ങളാണ് യുഖല്ലിലുഹു അന്നിയ്യത്തു, ആ നിയ്യത്ത് അതിനെ ചെറുതാക്കി കളയുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, എല്ലാ വാക്കുകളും, എല്ലാ പ്രവൃത്തികളും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാവുക. സർവശക്തനായ അള്ളാഹു അവന്റെ മുഖലിസീങ്ങളായ നിഷ്കളങ്കന്മാരായ ദാസന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലേക്ക് എത്തിപ്പെടാൻ ഇനി ഏതാണ്ട് ഒരു 18-19 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ ശഅബാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പ്രവാചക പത്നി നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു, ഈ ശഅബാൻ മാസത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഹത്താ നഖൂല ലാ യുഫ്തിറു, റസൂലുള്ളാഹി നോമ്പ് അവസാനിപ്പിക്കുകയില്ലേ, നിർത്തുകയില്ലേ എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു, പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കുകയില്ലേ എന്ന് തോന്നുന്ന രൂപത്തിൽ തുടർച്ചയായിട്ട് നോമ്പ് ഒഴിവാക്കാറുമുണ്ട്. വമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമിൻ ഷഹ്രിൻ, റസൂലുള്ളാഹി ഒരു മാസക്കാലവും പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിച്ചത് ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ റമളാനിലല്ലാതെ. വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ, എന്നാൽ ശഅബാൻ മാസത്തേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിച്ച മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല. ഇത് ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാ അനക്കങ്ങളും അറിയാവുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരാണ്, റസൂലുള്ളാഹി തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കും, ഈ മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുമോ എന്ന് തോന്നുന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. ശഅബാൻ മാസത്തേക്കാൾ റസൂലുള്ളാഹി സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിച്ച മറ്റൊരു മാസം ഉണ്ടായിട്ടില്ല. അപ്പൊ റമദാനിനെ സ്വീകരിക്കാൻ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലും നോമ്പും, അതുപോലെ തന്നെ അയ്യാമുൽ ബീദിലെ എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പുണ്ടല്ലോ, ആ നോമ്പുകളൊക്കെ കഴിയുന്നവരൊക്കെ ശഅബാൻ മാസത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക, സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫർള് നഷ്ടപ്പെട്ടു പോയത്, അത് വളരെ പെട്ടെന്ന്, ഏതൊരു ഫർളും നമുക്ക് കടമുള്ളത് വളരെ പെട്ടെന്ന് നോച്ചു വീട്ടേണ്ടതാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത ഇപ്പൊ ഒരു കടം വാങ്ങിയാൽ അത് വളരെ പെട്ടെന്ന് സാധിക്കുമ്പോൾ വളരെ പെട്ടെന്ന് കൊടുത്തു വീട്ടണം എന്നതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള കടവും നമ്മൾ വളരെ പെട്ടെന്ന് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ നോമ്പാകുമ്പോ അത് വളരെ പെട്ടെന്ന് റമദാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും റമദാനിലെ നോമ്പൊക്കെ കടമുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് വീട്ടാൻ ശ്രദ്ധിക്കുക. ഇനി രോഗം കാരണമോ മറ്റോ ഈ വരുന്ന റമദാന് മുമ്പേ നോച്ചു വീട്ടാൻ
സാധിക്കില്ല എങ്കിൽ റമദാൻ കഴിഞ്ഞു പോയാലും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു റമദാനിന്റെ നോമ്പ് തൊട്ടടുത്ത റമദാനിന് മുമ്പേ നോറ്റ് വീട്ടാൻ സാധിക്കാതെ തൊട്ടടുത്ത റമദാൻ കഴിഞ്ഞിട്ടാണ് വീട്ടുന്നതെങ്കിൽ നോമ്പ് നോറ്റ് വീട്ടുകയും പിന്നെ ഒരു നോമ്പിനുള്ള ഫിദിയ പ്രായശ്ചിത്തമായി കൊടുക്കുകയും ചെയ്യണമെന്ന്, അത് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയായിരിക്കാം, അല്ലാഹു അഅലം. ഏതായാലും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്, ഹദീസുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഏതായിരുന്നാലും റമദാന്റെ നോമ്പ് കടലത് നോറ്റ് വീട്ടുകയും അതുപോലെ തന്നെ ഷഅബാന്റെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, അള്ളാഹു അവന്റെ റസൂലോ നമുക്ക് മഹത്വം പഠിപ്പിച്ചു തരാത്ത ഒരു ദിവസത്തിനോ ഒരു സമയത്തിനോ ഒരു മാസത്തിനോ ഒരു സ്ഥലത്തിനോ ഒരു വ്യക്തിക്കോ ഒന്നും നമ്മുടെ വകയായിട്ട് മഹത്വം കൽപ്പിക്കാൻ പാടില്ല. ഒരു സ്ഥലത്തിന് കൽപ്പിക്കാൻ പാടില്ല, ഒരു വസ്തുവിന് കൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ സംസം വെള്ളം വലിയ മഹത്തുള്ള വെള്ളല്ലേ ആണ്, അത് പ്രവാചകന്റെ ഹദീസിലൊക്കെ വന്നതല്ലേ. അതുകൊണ്ട് കൊയിലാണ്ടിയിലെ പാറപ്പള്ളിയിലെ വെള്ളത്തിന് മഹത്വം ഉണ്ടെന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ പാടില്ല. അള്ളാഹുവും റസൂലിന്റെ അള്ളാഹുവിനുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനൊക്കെ മഹത്വം പഠിപ്പിച്ചോ അതിന് മാത്രമേ മഹത്വം നിശ്ചയിക്കാൻ പാടുള്ളൂ. നമ്മുടെ വകയായിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിനോ ഏതെങ്കിലും ഒരു സമയത്തിനോ ഏതെങ്കിലും ഒരു ദിവസത്തിനോ ഒന്നും മഹത്വം കൽപ്പിക്കാൻ പാടില്ല. ഇത് പറഞ്ഞു വന്നത്, ശഅബാൻ 15 ബറാത്ത് രാവ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ അത് വല്ലാത്ത മഹത്വമുള്ള രാവായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുകയും അന്ന് രാത്രി പ്രത്യേകമായ കർമ്മങ്ങൾ നിസ്കാരം പഠിപ്പിക്കുകയും പകല് നോമ്പ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നാമത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദുഹാനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാകുന്നു നാം അത് അവതരിപ്പിച്ചത് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അവര് പറയാറുള്ളത് ശഅബാൻ 15 എന്നാൽ വളരെ കൃത്യമായ ഖുർആൻ തന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്നത് ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമദാൻ മാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ സൂറത്ത് ദുഹാനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞത് റമളാനിന്റെ ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് എന്ന് മഹാന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഷാഫി മദ്ഹബിലെ തന്നെ ആധികാരികമായ പണ്ഡിതന്മാര് ഈ ശഅബാൻ 15 മഹത്വത്തെ കുറിച്ച് പറയുന്ന ഹദീസിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വജമീഉ മാ റുവിയ മിൻ ഫളാഇലി ഹാദിഹിൽ ലൈലത്തി വലൈലത്തി നിസ്ഫി ശഅബാൻ, റജബിലെ 1ാമത്തെ വെള്ളിയാഴ്ചയുടെ മഹത്വം, അതുപോലെ തന്നെ ശഅബാനിന്റെ രാത്രിയുടെ മഹത്വം പറയുന്ന മുഴുവൻ ഹദീസുകളും ബാത്തുലുൻ കദിബുൻ, അതൊക്കെ കളവാണ്, നിരർത്ഥകമായ വാദങ്ങളാണ്. ലാ അസ്ല ലഹു, അതിനൊരു അസ്ലുമില്ല. വഇൻ വഖഅ ഫീ ബഅദി കുതുബിൽ അകാബിരി കൽ ഇഹ്യാഇ ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു സനദുമില്ലാത്ത അടിസ്ഥാനവുമില്ലാത്ത ബാത്തുലും കദിബുമായതാണ് അത് എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര അൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആനിന്റെയോ ഹദീസ് ഗ്രന്ഥങ്ങളുടെയോ പിൻബലമില്ലാത്ത സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ് ശഅബാൻ 15 കുറിച്ചുള്ളത്. അതിൽ രാത്രിയിൽ സലാത്തുർ റഗായിബ് എന്നൊരു നിസ്കാരം, അത് ബൈത്തുൽ മുഖദ്ദസിൽ ഹിജ്റ 400 ശേഷം 438 തന്നെ വളരെ കൃത്യമായിട്ട് അൽ ബാഇസ് എന്ന ഗ്രന്ഥത്തില് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത് ആ പള്ളിയിലാണ്, ബൈത്തുൽ മുഖദ്ദസിലാണ് ആദ്യമായിട്ട് അത് തുടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സലാത്തുർ റഗായിബ് എന്നൊരു നിസ്കാരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഈ ദിവസത്തിന് പ്രത്യേക മഹത്വവും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കപ്പെട്ട സ്ഥിരപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, അത് പിന്നെ അയ്യാമുൽ ബീദ് എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുണ്ടല്ലോ, ആ നോമ്പിന്റെ കൂട്ടത്തിൽ ശഅബാൻ 15 നോമ്പ് വരികയാണെങ്കിൽ എന്നതല്ലാതെ ശഅബാൻ 15 പ്രത്യേകമായൊരു മഹത്വം കൽപ്പിച്ചുകൊണ്ട് ആ ദിവസം മാത്രം നോമ്പ് നോക്കുന്നതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഏതായിരുന്നാലും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കി അത് പിന്തുടർന്ന് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, പൂനത്ത് സ്വദേശിയായ ഒരാള്
പക്ഷാഘാതം ബാധിച്ച് കുഴഞ്ഞു പോയിട്ട് അദ്ദേഹത്തിന്റെ ജീവിത ചെലവുകളും കുടുംബ ചെലവുകളൊന്നും കഴിച്ചു കൂട്ടാൻ പറ്റാതെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അള്ളാഹു അത്തരം സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിലൊക്കെ നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിപ്പോയാൽ സഹായം ചോദിക്കേണ്ടി വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാൻ നമ്മളെ ബാധ്യതയാണ്. അപ്പൊ എല്ലാവരും സഹായിക്കണം. ഇന്ന് അവിടെ അതിന് കളക്ഷൻ എടുക്കുന്നുണ്ട് എന്നറിയിക്കാം. പിന്നെ നമ്മുടെ പള്ളിയിൽ നമ്മുടെ നാട്ടുകാരനായ സയ്യിദ് മൗലവിയുടെയും ഗഫൂർ മൗലവിയുടെ ഒക്കെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു അവരുടെ രോഗത്തിന് ശിഫ നൽകുമാറാവട്ടെ, പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകുമാറാവട്ടെ, അവരുടെ വിഷമം നീക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരെയും യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോട് കൂടി മരിപ്പിക്കണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് നീ പൊറുക്കണം റഹ്മാനെ. നാദാ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. നാദാ, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബേ. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, വരാനിരിക്കുന്ന റമളാനിൽ ഞങ്ങളെ നീ എത്തിക്കുകയും ആ റമളാനിന്റെ രാപ്പകലുകളെ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.